നമ്മുടെ ഡീസൽ അടിക്കൽ കഴിഞ്ഞു. ഡീസൽ അടിക്കുന്നിടത്ത് ഭയങ്കര ശബ്ദമായിരുന്നു. ഒരു ഫ്രിഗോ വണ്ടി വന്നിട്ട് ഭയങ്കരമായിട്ട് സൗണ്ട് ആയിരുന്നു. അത് പഴയ ഫ്രിഗോ ആണെന്ന് തോന്നുന്നുണ്ട്. അതായത് മറ്റേ നമ്മുടെ കോൾഡ് സ്റ്റോറേജ് ഐറ്റംസ് മറ്റേ തണുപ്പിച്ച് കൊണ്ടുപോണ ഇതില്ലേ, റെഫ്രിജറേറ്റഡ് ട്രെയിലർ, അതായിരുന്നു. അതിൻ്റെ ഭയങ്കര സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഏകദേശം ഒരു 650 ലിറ്റർ ഡീസലും 650 ലിറ്റർ ഡീസലും ഒരു 40 ലിറ്റർ ആഡ്ബ്ലൂ ആണ് ഇപ്പോൾ നമുക്ക് കയറിയത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നേരെ ഫെറി പോർട്ടിലേക്കാണ് പോണത്. ഇവിടുന്ന് ഞാൻ 6 കിലോമീറ്റർ കാണിക്കണുള്ളൂ. ഫെറി പോർട്ടിൽ വന്നിട്ട് അവിടുന്ന് നമ്മൾ നേരെ ഡെൻമാർക്ക്. അതാണ് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്രോഗ്രാം. ഡീസലൊക്കെ ഫുള്ളാക്കിയിട്ട് ഇതിപ്പോൾ അവിടെ കൊണ്ടുപോയിടാനുള്ള വണ്ടി. അത് ഇനിയിപ്പോൾ ഒരാഴ്ച 2 ആഴ്ച പിടിക്കുമായിരിക്കും. മറ്റേ ഇത് കഴിയുമ്പോഴേക്കും, എന്താ പറയുക, സർവീസ് കഴിയുമ്പോഴേക്കും. പെഡസ്ട്രിയൻസിനെ നിർത്തി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. സംഭവം അവിടെ പെഡസ്ട്രിയന് കിടക്കാനുള്ള ട്രാക്കൊന്നും ഇല്ല, മറ്റേതൊന്നും ഇല്ല. പക്ഷെ പറയാൻ പറ്റില്ല, പോലീസുകാർ ചിലപ്പോൾ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഈ നിയമമൊന്നും ആവില്ല. ചിലപ്പോൾ അവർ പറയാം എന്തിനാ വെറുതെ നിൽക്കണം, ഒരു ബ്രേക്ക് കൊണ്ട് ചിലവിലുള്ള. അത് കാരണം പെഡസ്ട്രിയൻസിനൊക്കെ കടത്തി വിടുക. ഇല്ലെങ്കിൽ നമുക്ക് അത്ര വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. റോഡ് നടക്കുന്നവരൊക്കെ നടക്കട്ടെ, എന്നിട്ട് പോവാം. പിന്നെ ഫെറിയിൽ ബോർഡിങ് ആവാൻ പോവാണ്. ചെക്ക് ഇൻ ചെയ്തു. ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യാനുള്ള പ്രൊസീജിയർ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് വണ്ടിയുടെ നമ്പർ അടിച്ചു കൊടുത്താൽ, മറ്റേ വണ്ടി നമ്പർ അല്ല, സോറി, റെഫറൻസ് നമ്പർ ഉണ്ട് നമുക്ക് ഫെറി ബുക്ക് ചെയ്തതന്നെ. ആ റെഫറൻസ് നമ്പർ അടിച്ചു കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ വണ്ടിയുടെ വെയിറ്റ് ചോദിക്കും ചിലപ്പോൾ. അപ്പോൾ ആ വെയിറ്റും കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ഇൻ ആവാം. നമുക്ക് 2 സ്ലിപ്പ് കിട്ടും. ഈ കിടക്കുന്ന സ്ലിപ്പ് കിട്ടും. ഇത് സ്കാൻ ചെയ്തിട്ടാണ് കടന്നു പോയാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഗോ ടു ലൈൻ 12. അപ്പോൾ ഇതിൽ ലൈൻ നമ്പർ കാണിച്ചു 12ലേക്ക്. അപ്പോൾ നമ്മളിത് നേരെ നോക്കുക. ഈ 12ാമത്തെ ലൈൻ ഇത് കീപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് മുന്നിലേക്ക് പോയാൽ മതി. പിന്നെ എന്താണ്, ഡു പസ്ത 20 മിനിറ്റ് അൻറ്റിൽ ഡെൻമാർക്ക്. 20 മിനിറ്റാണ് അപ്പോൾ ഫെറിയുടെ ടൈമിങ് ഇതിൽ പറയണത്. 20 മിനിറ്റ് കൊണ്ട് നമ്മൾ എവിടെ മറ്റേ ഡെൻമാർക്കിൽ എത്തും എന്നാണ് പറയണത്. ഇത് വൈകണം. അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഫെറിയിൽ കയറി നോക്കട്ടെ എന്താണ് സെറ്റപ്പ് എന്നുള്ളത്. ജസ്റ്റ് മിസ്സാണ്ടോ ഫെറി. ഒരു ഫെറി ഇതേ പോയോ, ജസ്റ്റ് ഇവിടെ നിന്ന് ഇതേ പോകണുള്ളൂ. നമ്മളടുത്ത് ഫെറി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ഇതേ പോകണൊരു ഫെറി ചെറുതാണ് കേട്ടോ, വളരെ ചെറിയ ഫെറിയാണ്. നമ്മുടെ ട്രാക്ക് ഓപ്പണായി, ഉള്ളിലേക്ക് പോവാനുള്ളത്. ഇത് വളരെ ചെറിയ ഫെറിയാണെന്ന് തോന്നുന്നു കേട്ടോ കാണുമ്പോൾ. കാരണം നമ്മളിതിൻ്റെ മുന്നേ പോയ ഫെറികളൊക്കെ ഇതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള ഫെറികളാണ്. എന്താണെങ്കിലും ഉള്ളിൽ പോയി നോക്കാം. കാറും എല്ലാം ഒരു നിലയിൽ തന്നെയാണ് കാറും ട്രക്കും എല്ലാം കയറ്റണേ. അപ്പോൾ പിന്നെ അതിനുള്ള വലിപ്പം തന്നെ ഉണ്ടാവുള്ളൂ. മുകളിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ 20 മിനിറ്റ് നേരമല്ലേ ഉള്ളൂ. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്താൽ പോരെ. കൂടുതൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, കൂടുതൽ കാര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ലല്ലോ. മോളെന്തായാലും മദ്യം വിൽക്കണ കടയുണ്ട്. എല്ലാ ഫെറിയിലും ഉണ്ട്. ബീറും വൈനും ബാക്കി സാധനങ്ങളൊക്കെ വിൽക്കണ ഫെറി. എന്തായാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ ഇരുന്നാൽ മതി. ബാക്കിയൊക്കെ സെറ്റാണ്. മുകളിലേക്ക് പോകണമെന്നില്ല. മുകളിൽ പോയിട്ട് എന്തിനാ, നമുക്കിപ്പോൾ എന്തായാലും മദ്യത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ നിൽക്കാം. പിന്നെ നമുക്ക് ചെന്നിട്ട് വണ്ടി മാറണം തന്നെ. അപ്പോൾ അതിനുള്ള വല്ല പ്രിപ്പറേഷൻസൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്യാം. അതാണ് നല്ലത്. വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മളങ്ങനെ ഡെൻമാർക്കിൽ എത്തിയിട്ടോ. ഫെറി നമ്മൾ ഡെൻമാർക്കിൽ ഫെറി ഇറങ്ങി. നല്ല വെയിലടിക്കണ. നമ്മൾ ഹെൽസിങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ടിലാണ് വന്നിട്ട് ഫെറി ഇറങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് പോകണത്
ടാസ്ട്രപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ടാസ്ട്രപ്പ് ഡെൻമാർക്കിൽ തന്നെയുള്ള ടാസ്ട്രപ്പ് എന്നുള്ള അടുത്ത ഒരു സ്ഥലത്തേക്കാണ്. നമ്മൾ സ്ഥിരം ലോഡ് കയറ്റണ കമ്പനി തന്നെയാണ്. അവിടെ ചെന്നിട്ട് ട്രെയിലർ ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത ട്രെയിലർ നമ്മൾ ബുക്ക് ചെയ്യണം. എന്നിട്ട് പോയിട്ട് നമുക്ക് വണ്ടി ചേഞ്ച് ആവണം. ഇന്ന് ഒരു പരിപാടി കൂടുതലുണ്ട്. പിന്നെ അവിടുന്ന് നേരെ നമുക്ക് ജർമ്മനിക്കാണ് ലോഡ്. നമ്മുടെ ആദിത്യ ബിർള ഗ്രൂപ്പിൽ അവരുടെ ഒരു കമ്പനി ഉണ്ട് ഇവിടെ, നോവൽസ് എന്നുണ്ട്. അവിടേക്കാണ് നമുക്ക് ലോഡ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് വേണം നമ്മൾ ലോഡ് ഇറക്കാനായിട്ട്. ഇപ്പോൾ വണ്ടികളുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അത്യാവശ്യം വണ്ടികളുണ്ട് കേട്ടോ. അവിടെ നിങ്ങളുടെ ആകെ 3 വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ, ട്രക്കായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അങ്ങോട്ട് അത്യാവശ്യം വണ്ടി ഉണ്ട്. ഇനി ഇവിടെ ചെക്ക് ഇൻ ചെയ്യലോ അങ്ങനെ ഒന്നുമല്ല, ചെക്കൗട്ടാക്കലോ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമോ അതോ ഇനി നേരെ ഇറങ്ങിപ്പോകും. കാരണം സാധാരണ ഒരു പാസ്പോർട്ട് കൺട്രോളെങ്കിലും ഉണ്ടാവാറുണ്ട് ഇവിടെ. ഇനി സ്വീഡനിൽ നിന്ന് വരുന്ന കാരണം ചിലപ്പോൾ ഉണ്ടാവില്ല. ഡെൻമാർക്കിൽ നിന്ന് ജർമ്മനിക്ക് കിടക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ സ്വീഡൻ എന്നല്ല വരുന്നത്, സ്കാൻഡിനേവിയൻ കൺട്രീസ് ആയ കാരണം ചിലപ്പോൾ ഉണ്ടാവാത്ത, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇല്ലാത്തത്. എന്തായാലും പോയി നോക്കാം. എന്നിട്ട് അയ്യോ സീനിലൂണ് റെഡ് എന്താണ് ട്രക്ക്. അങ്ങനെ കാറിൻ്റെ ഒരു സൈഡ് വിട്ട് പിന്നെ ട്രക്ക് വിടുക, അങ്ങനെയാണ്. അത് ഒറ്റ സിംഗിൾ ട്രാക്ക് ആക്കാൻ പോകണം അവിടുന്ന്, അതാണ്. ഓക്കെ ഫൈൻ. അങ്ങനെ നമ്മൾ ലോഡ് എടുക്കേണ്ട കമ്പനിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ലോഡ് എടുക്കേണ്ട അല്ല, ട്രെയിലർ ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത ട്രെയിലർ എടുക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഒരു റീസൈക്ലിംഗ് കമ്പനിയാണ്. അതായത് നമ്മുടെ എന്താ പറയുക, ഈ വേസ്റ്റുകളില്ലേ പ്ലാസ്റ്റിക് ഒക്കെ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഇതിൻ്റെയൊക്കെ ആക്രിയൊക്കെ കളക്ട് ചെയ്തിട്ട് അത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്നാണ് കംപ്രസ് ചെയ്തിട്ട്, ഹൈഡ്രോളിക് കംപ്രസ് ചെയ്തിട്ട് ഒരു സ്ക്വയർ ആക്കും. എന്നിട്ട് സ്ക്വയർ ആക്കിയിട്ട് അത് ഇവിടുന്നാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യുക, ഇവിടെ നിന്ന് ജർമ്മനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണിത്. ഈ ട്രെയിലറുകൾ മുഴുവൻ വേസ്റ്റാണ്. ഇതിലിപ്പോൾ നമുക്കുള്ള ട്രെയിലറുണ്ട്. നമുക്ക് ആ ട്രെയിലർ ഇവിടുന്ന് കണക്ട് ചെയ്തിട്ട് എടുത്തിട്ട് പോകണം. അതാണ് നമ്മുടെ ടാസ്ക്. നമ്മുടെ ട്രെയിലർ ഇവിടെ എവിടെയോ കിടക്കുന്നുണ്ട്, ഏതാണെന്ന് അറിയില്ല. വെയിലടിക്കുന്നതുകൊണ്ട് കണ്ണാടിയിലൊന്നും കാണാനും ഇല്ലല്ലോ. നേരെ ഓപ്പോസിറ്റിൽ നിന്നാണ് നമ്മുടെ മുഖത്തേക്കാണ് നേരെ വെളിച്ചടിച്ചോണ്ടിരിക്കുന്നത്. നേരെ വെട്ടമടിക്കുന്ന കാരണം ഇപ്പൊ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ കണ്ണും മങ്ങിപ്പോണ്ട്. ട്രെയിലർ സ്വാപ്പ് ചെയ്തിട്ട് നമ്മൾ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങാട്ടോ. ട്രെയിലർ സ്വാപ്പ് ചെയ്യണമെന്നൊന്നും കാണിക്കാത്ത വേറെ ഒന്നുമല്ല. ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിലേക്ക് പോയി ഒരു 2 വീഡിയോ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കുന്നുണ്ട് ട്രെയിലർ ഡ്രോപ്പിങ്ങും പിക്കപ്പിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാരണമാണ് ഞാൻ കാണിക്കാത്തട്ടോ, വേറെ ഒന്നുമല്ല. നമ്മുടെ കമ്പനി വണ്ടി കിടക്കുന്നുണ്ടല്ലോ, ജെൻസൺ ചേട്ടനാണ്. ജെൻസൺ എന്ന് പറഞ്ഞൊരു ഡ്രൈവറുണ്ട് നമ്മുടെ അമ്മയിലെ, ചാലക്കുടിക്കാരുണ്ട്. പുള്ളിയാണ് ആളാണ് കിടക്കണത്. പിന്നെ ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ കമ്പനിയുടെ അപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ തൊട്ടടുത്ത്. അപ്പാർട്ട്മെന്റ് അല്ല, നമ്മുടെ കമ്പനിയുടെ മെയിൻ ബേസ് ഇവിടെയാണ്. നമ്മുടെ കമ്പനിയുടെ ഓപ്പറേഷൻസ് എല്ലാം ഡെൻമാർക്കിൽ നിന്നാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് വലിയ ബേസും ഓഫീസും വർക്ക്ഷോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി പോണത് അങ്ങോട്ടാണ്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് വണ്ടി ചേഞ്ച് ആവാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് വേണം നമുക്ക് വണ്ടി മാറാനായിട്ട് പോകാനായിട്ട് തിരിച്ച് ജർമ്മനിക്ക്. ലോഡ് ജർമ്മനിക്കാണ്. ജർമ്മനി സീലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. ബെർലിനൊക്കെ കഴിഞ്ഞ് കുറച്ച് അപ്പുറം. ഒരു ബെർലിനിൽ നിന്നൊരു 10-200 കിലോമീറ്ററൊക്കെ പോയിട്ട് മഗ്ഡബർഗൊക്കെ അങ്ങനെയൊക്കെ ഒരു സ്ഥലമുണ്ട്. മഗ്ഡബർഗ് അവിടെ ആ ഭാഗത്തേക്കാണ് നമുക്ക് ലോഡ് ഇറക്കാൻ പോകേണ്ടത്. നമ്മൾ കമ്പനിയുടെ ഇവിടെ എത്തിയിട്ടാ, ബേസിലെത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് വണ്ടി നമുക്ക് ട്രെയിലർ ഇവിടെ ഡ്രോപ്പ് ചെയ്യണം. അല്ല, ഡ്രോപ്പ് ചെയ്യല്ല, ട്രെയിലറിൽ നിന്ന് മാറ്റി ട്രക്ക് നമുക്ക് ചേഞ്ച് ആക്കി എടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ തിരക്കാണെന്ന് തോന്നുന്നു. വണ്ടി ഇടാനൊന്നും ഉള്ളിൽ സ്ഥലമില്ല എന്ന് തോന്നുന്നു. 20 സ്വാപ്പ് ബോഡി ഓടുന്ന വണ്ടിയാണ് പോയത്. അതാണ് അതിൻ്റെ ബാക്കിൽ കണ്ടെയ്നർ ആയിട്ടുള്ള സ്ഥലമൊക്കെ. അങ്ങനത്തെ വണ്ടിയാണ് ഞാൻ മുന്നേ ഓടിച്ചിരുന്നത്. അങ്ങനത്തെ 2 ഉള്ളത്, 2 കണ്ടെയ്നർ കയറണം. അപ്പോൾ നമുക്ക് ചവിട്ടി പോകാനുള്ള ഗ്യാപ്പ് തന്നാൽ ആണ്. അപ്പോൾ ഒരു നന്ദിയെങ്കിലും പറയണ്ടേ. അടിപൊളി, ഫുൾ തിരക്കാണല്ലോ. അപ്പം ഞാൻ എവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ട്രെയിലറെന്ന് ഞാൻ ആലോചിക്കുന്നു. ട്രെയിലർ ഇവിടെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്തിട്ടിട്ട് വേണം എനിക്ക് എൻ്റെ മറ്റേ വണ്ടി എടുക്കാനായിട്ട്. ഇവിടെ ഗ്യാപ്പുണ്ട്, അവിടെ ഗ്യാപ്പില്ല അവിടെ. അപ്പോൾ അത് ചെറിയൊരു കഷ്ണം അയച്ചിട്ടുണ്ട്. മറ്റേ ഇതിൻ്റെ 440 കണക്ട് ചെയ്യണ കണക്ടർ അവിടെ ഊരിട്ടുണ്ട്. സബാഷ്, എല്ലായിടത്തും ഈ സാധനം അഴിച്ചിട്ടേക്കാണുള്ളത്. എന്താ ചെയ്യുക? എന്തായാലും ഇവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് വണ്ടി ചേഞ്ച് ആവണ പരിപാടികൾ തുടങ്ങട്ടെ.